സർ, സിറിയയിൽ വീണ്ടും ചോരപ്പുഴ ഒഴുകുകയാണ്. എന്താണ് വീണ്ടും ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ആക്രമണത്തിന് കാരണം? ഒരു ചാവേർ ആക്രമണമാണ്. ചാവേറുകൾ എന്ന് വെച്ചാൽ നമുക്കറിയാം, അവർക്ക് ജീവനെയൊന്നും ഭയമില്ല. അവരുടെ ജീവൻ തന്നെ കൊടുത്തിട്ട് തന്നെ മറ്റുള്ളവരെ കൊല്ലുക എന്നുള്ളൊരു ദുഷ്ടചിന്ത, ദുഷ്ടലാക്കാണ് അവരുടെ അന്ധവിശ്വാസവും. അതെ അതെ. ഇത്തരത്തിൽ ചാവേർ ആക്രമണം നടത്തിയത് ഒരു പള്ളിയിലും കൂടിയാണ്. നിരവധി പേരാണ് മരണപ്പെട്ടത്. എന്താണ് ഇത്തരത്തിൽ അവിടെ വരാൻ കാരണം? രഞ്ജിനി, സമാധാനം എവിടെയുണ്ടോ അവിടെ അസമാധാനം സ്ഥാപിക്കുക, എന്നിട്ട് അതിൻ്റെ പേരിൽ നൊബേൽ സമ്മാനം, സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ആവശ്യപ്പെടുക, അത് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുക. ഇതാണിപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറയുന്നത് പോലെയാണ് അവിടെ ഉണ്ടായിരുന്ന ഇറാൻ്റെ പിന്തുണയുള്ള അൽ ബാഷർ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട്, അദ്ദേഹം ഷിയ വംശജനായിരുന്നു, സുന്നി വംശജനായിട്ടുള്ള ഒരു ഭരണാധികാരിയെ അവിടെ അധികാരത്തിലെത്തി. അഷർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പേര്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള പേര് അതായിരുന്നില്ല. മറ്റൊരു പേരിൽ അറിയപ്പെട്ട കൊടും ഭീകരവാദിയായിരുന്നു. അൽ ഖ്വയ്ദയുടെ കൊടും ഭീകരവാദിയായിരുന്നു. അമേരിക്ക തലയ്ക്ക് 1 കോടി രൂപ വിലയിട്ട അനേക അമേരിക്കക്കാരെ കൊന്ന ദുഷ്ടനായ, ഭീകരനായ, ചെകുത്താനായ ഒരു ഭീകരവാദി. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ടൈം മാസികയിൽ ഇദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഇദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നു. ആ 1 കോടി രൂപ വിലയുള്ള തലയുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം കസേര, വാൻസുമുണ്ട് വൈസ് പ്രസിഡന്റ്, അവരെല്ലാം കൂടി ഒരുമിച്ചിരുന്ന് ചർച്ചകൾ ചെയ്തിട്ട് സൗഹൃദം പങ്കുവയ്ക്കുകയാണ്. നോക്കൂ, എത്രമാത്രം ദുഷ്ടലാക്കോടെയാണ് ഇറാൻ്റെ ആനുകൂല്യമുള്ള ഒരു ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് സിറിയ എന്ന് പറയുന്ന വളരെ സംസ്കാര സമ്പന്നമായി പാരമ്പര്യമുള്ളൊരു രാജ്യം, ഈജിപ്റ്റ്, സിറിയ, അതുപോലെ ഇറാൻ, ഇതൊക്കെ പാരമ്പര്യം ഉള്ള മഹത്തായ സംസ്കാരങ്ങളാണ്. ഈജിപ്തിനെ പറയുന്നത് നൈൽ നദിയെ പറയുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ നിന്നാണ്. ആ സംസ്കാരം പങ്കിടുന്ന രാജ്യങ്ങളാണ് സിറിയയുമൊക്കെ ജോർദാനുമൊക്കെ. അതായത് സമാധാനത്തോടു കൂടിയായിരുന്നു അവിടെ ജീവിതം, സാധാരണക്കാരുടെ ജീവിതം, ക്രമസമാധാനമൊക്കെ നടന്നുകൊണ്ടിരുന്നത് അൽ ബാഷറിൻ്റെ കാലത്ത്. അദ്ദേഹത്തെ അട്ടിമറിക്കാൻ പരമാവധി ശ്രമിച്ച ആളാണ് ഇപ്പോൾ ഭരണാധികാരിയായിട്ട് വന്നിരിക്കുന്നത്. അൽ ബാഷർ റഷ്യയിലേക്ക് പോയി. അതിനുശേഷം സമാധാനം എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാം. തുടർച്ചയായിട്ട് അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ആലയങ്ങൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായിട്ട് ഒരു പ്രക്രിയയായിട്ട് തുടരുക. അദ്ദേഹം അധികാരമേറ്റതിൻ്റെ പിറ്റേ ദിവസം തന്നെ തുടങ്ങിയത്, ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല, കാരണം അദ്ദേഹം സ്വയം ഒരു തീവ്രവാദിയാണ്. എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്നത് സിറിയയിലെ ചാവേർ സ്ഫോടനത്തിൽ ദമാസ്കസിനടുത്തുള്ള മാർ ഏലിയാസ് ചർച്ച്, അതായത് ഭരണസിരാ കേന്ദ്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള മാർ ഏലിയാസ് പള്ളിയിൽ മരിച്ചത് 20 പേരാണ്. 35 പേർ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിലാണ്. ഇത് പലരും മരിച്ചു കാണും. നമ്മുടെ ചാനലുകളോ നമ്മുടെ മാധ്യമങ്ങളോ ഒന്നും തന്നെ ആ വാർത്തകളൊന്നും പറയുന്നില്ല. ഫോളോ അപ്പും ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നാൽക്കാലി മൃഗങ്ങളെയൊക്കെ കൊല്ലുമല്ലോ കശാപ്പുശാലകളിലിട്ട്, അതുപോലെ ആൾക്കാരെ, അത് പ്രത്യേകിച്ച് അമുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരെ അവിടെ കൊന്നു കൂട്ടിക്കൊണ്ടിരിക്കുക. ഷിയാകളുടെ പള്ളിയിലും ആക്രമണം ഇതുപോലെ നടക്കാറുണ്ട്. വീണ്ടും ഇറ്റ് ഈസ് എ തിയേറ്റർ ഓഫ് ടെററിസം ആയിട്ട് മാറിയിരിക്കുക. അപ്പോൾ ഭരണമാറ്റം കൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായല്ലോ. അതുപോലെ തന്നെയായിരിക്കും ഇറാനിൽ ഭരണമാറ്റം അമേരിക്കയുടെ കൈകൊണ്ട് നടത്തിയാലുണ്ടാകും. ഇറാനിലെ ഭരണമാറ്റത്തിൽ അമേരിക്കയുടെ കോളനികളാക്കിക്കൊണ്ടാം അമേരിക്കയുടെ താല്പര്യമുള്ള പ്രദേശങ്ങളാക്കുവാനുള്ള നീക്കമാണോ ഇതിൻ്റെയൊക്കെ പിന്നിൽ? കാരണം പശ്ചിമേഷ്യ മൊത്തം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം നടന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെയൊക്കെ പിറകിൽ നമ്മൾ അവസാനം കൊണ്ടുവന്ന് എത്തുന്ന ഒരേ ഒരു പേര് ട്രംപും കൂടാണ്. ട്രംപ് അത് തന്നെയാണ്. ഇറാനിലും അതാണ് അമേരിക്കയ്ക്ക് താല്പര്യം. പഹലവി എന്ന് പറയുന്ന ആൾ അമേരിക്കയിലുണ്ട്. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ മുഷിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് വന്ന് ഇവിടെ അധികാരത്തിലേറാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. അമേരിക്കയിൽ തന്നെ താമസമാണ്. അയാളെ അധികാരത്തിലെത്തി അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ആക്രമണം അവർ ആസൂത്രണം ചെയ്തത്. പൊട്ടിപ്പാളീസായി, തരിപ്പണമായി. നടന്നില്ലത്.
റിസ്ഹ പഹ്ലാവി അവിടെ ഇരിക്കുകയുള്ളൂ. ഇറാനിലെ ഷായുടെ മൂത്ത മകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരിക്കലും തിരിച്ച് അധികാരത്തിലേക്ക് വരാൻ പറ്റാത്ത വിധം ആയിട്ടുണ്ട്. ഖമൈനി പറഞ്ഞല്ലോ, നിങ്ങളെ കൊല്ലും, നിങ്ങൾക്ക് ഇറാനെ അറിയാത്തതുകൊണ്ടാണ്, അങ്ങനെ കൊല്ലുമെന്നുള്ള ഭീഷണിക്ക് മുമ്പിൽ കീഴടങ്ങുന്നവരല്ല, മരിച്ചാലും ഞങ്ങൾ പോരാടും, ഉയരും ഞാൻ നാടാകെ പടരുമെന്നുള്ള ബി ഭാസ്കറിൻ്റെ പാട്ടില്ലേ, അതുപോലെ തന്നെയാണ് പറഞ്ഞത്. അവരുടെ വാശി ഏറ്റുകയാണ് ചെയ്തത്. തിയേറ്റർ ഓഫ് കില്ലിങ്സ് ആക്കി ഇറാനെ മാറ്റുകയാണ് അദ്ദേഹം ചെയ്തത്. ഇറാഖിൽ എന്താ സംഭവിച്ചത്? ഇറാഖിൽ ഒരു കുഴപ്പമില്ലായിരുന്ന സ്ഥലമാണ്. സദാം ഹുസൈൻ മര്യാദയ്ക്ക് ഭരണം നടത്തി. അവിടെ ഇതുപോലൊരു തീവ്രവാദ ആക്രമണമോ പള്ളി ആക്രമണമോ അമ്പലത്തിലെ ആക്രമണം എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? സുഖമായിട്ട് ആൾക്കാർ ജീവിച്ചിരുന്നതിനിടയ്ക്കാണ് അയാളെ തൂക്കിക്കൊണ്ടു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ IS എന്ന് പറയുന്ന ഭീകരവാദ സംഘടന ലോകമാകെ തീവ്രവാദം വിതയ്ക്കാൻ തുടങ്ങിയത്. ഈ സിറിയയിലെ പള്ളിയിലെ ഈ ആക്രമണം നടത്തിയതാരാ? IS എന്ന് പറയുന്ന ആ ചാവേർ സംഘടന, ഭീകര സംഘടനയാണ് ഇവിടെ നടത്തി 20 ക്രിസ്ത്യാനികളെ അവിടെ കൊന്നു. ഇവിടുത്തെ ഒരു പത്രവും ജബൽപൂരിൽ എന്തോ ആദിവാസികളെയും കൊണ്ടുപോയ പാതിരിമാരെ കണ്ടിട്ട് എവിടെ പോകാമെന്നൊന്ന് ചോദിച്ചതിന് ജബൽപൂരിൽ ക്രിസ്ത്യാനികളുടെ നേരെ ആക്രമണം, അവിടെ മിഷണറിമാരെ നേരെ ആക്രമണം എന്നൊക്കെ മലയാള മനോരമ ഒന്നാം പേജിലെ ഒന്നാമത്തെ വാർത്തയായിട്ട് കൊടുത്തു. ഇത് മനോരമയുടെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഞാൻ മുഴുവൻ തപ്പി നോക്കി, ഭൂതക്കണ്ണാടി വെച്ച് അരിച്ചു നോക്കുന്നത് പോലെ തപ്പി നോക്കി, ഒരൊറ്റ വാർത്ത, ഒരു സിംഗിൾ പേജ് പോട്ടെ, ഒരു ചെറിയ ബോക്സ് ഐറ്റമായിട്ടായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല, ഒരു വരി വാർത്ത പോലും കൊടുത്തിട്ടില്ല. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ അതൊക്കെ വാർത്തയല്ലാതാവുന്നു. എപ്പോഴാണ് നമുക്കറിയാമല്ലോ വാർത്തയുടെ ഡെഫിനിഷൻ? പട്ടി മനുഷ്യനെ കടിച്ചാൽ അത് വാർത്തയല്ല, മനുഷ്യൻ പട്ടിയെ കടിച്ചാൽ വാർത്ത. കാരണം ഇന്ത്യയിൽ അത് നടക്കുമ്പോഴാണ് വാർത്തയാവുന്നത്. മറിച്ച് നൈജീരിയയിൽ കഴിഞ്ഞ ദിവസം ഇതുപോലെ 200 ക്രിസ്ത്യാനികളെ കൊന്നു ഭീകരവാദികൾ നൈജീരിയയിൽ. ചെറിയൊരു വാർത്തയായിട്ട് കണ്ട് ഏതോ പത്രത്തിൽ വന്നു. കാരണം അത് വാർത്തയല്ല, കാരണം സാധാരണ അവിടെയൊക്കെ സംഭവിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ആർക്കും ഒരു ബാംഗ്ലൂർ ബിഷപ്പിനും ഒരു പ്രതിഷേധവുമില്ല. ഇവിടെ ഇങ്ങനെ ചാവേർ ആക്രമണത്തിലൂടെ ഇവരെ കൊന്നുകൊണ്ട്, പണ്ട് മൻമോഹൻ സിംഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഭരണകാലത്ത് ഇന്ത്യ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക അധികാരത്തിലേറ്റുന്ന ഭരണകൂടങ്ങൾ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ആഫ്രിക്കയിലേക്കോ നമുക്ക് ഈ മധ്യേഷ്യയിലേക്കോ പശ്ചിമേഷ്യയിലേക്കോ പൂർവേഷ്യയിലേക്കോ പോകേണ്ട കാര്യമില്ല. അവിടെ അധികാരത്തിലേറ്റിയിരിക്കുന്ന ബംഗ്ലാദേശിൽ അധികാരത്തിലേറ്റിയിരിക്കുന്ന അറിയാമല്ലോ, മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം വാങ്ങിച്ച മറ്റൊരു പറഞ്ഞാൽ ഇന്ത്യയിലെ ചില മതഭ്രാന്തന്മാരൊക്കെ ഇത് കാണേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ ഇന്ത്യ എന്ത് മനോഹരമാണ്, എന്ത് ശാന്തമാണ്, എല്ലാ മതവിഭാഗങ്ങളിലും ഉള്ളവരെ സന്ധിച്ച് എന്താ പറയുന്ന അത്രയും കെയറിങ്ങോട് കൂടിയാണ് നമ്മുടെ ഭരണകൂടം മുമ്പോട്ട് പോകുന്നത്. എന്നിട്ട് അവർക്ക് കിട്ടാത്തതിനെ ചൊല്ലിയും ജാതിയുടെ ഇതിനെ ചൊല്ലിയൊക്കെ എന്തെല്ലാം വാക്തർക്കങ്ങളും എന്തെല്ലാം കാര്യങ്ങളുമാണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ ഇത് നമ്മൾ നടത്തുമ്പോൾ നമ്മൾ മറ്റുള്ള സിറിയ പോലുള്ള മറ്റുള്ള രാജ്യങ്ങളിൽ അവിടെ ബലിമൃഗങ്ങളാകുന്ന രക്തസാക്ഷികളാകുന്ന ആളുകളെ കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? അത് തീർച്ചയായിട്ടും അത് പറഞ്ഞല്ലോ, സാക്ഷ്യപ്പെടുത്തും. ഇന്ത്യയിൽ ആരും അത് സാക്ഷ്യപ്പെടുത്തുകയില്ല. പക്ഷേ ആഗോള മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, കേരളത്തിലെ മുസ്ലിം ലീഗ് അല്ല. ആ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ ഇന്ത്യയിൽ വന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പറഞ്ഞതാണ്, ലോകത്ത് മുസ്ലിങ്ങൾ ഏറ്റവും സുരക്ഷിതരായിട്ടിരിക്കുന്ന രാജ്യം ഇന്ത്യയാണെന്ന്. കാരണം അവരുടെ രാജ്യം ഇസ്ലാമിക് രാജ്യങ്ങളിൽ പോലും മുസ്ലിങ്ങൾ സുരക്ഷിതല്ല. കാരണം അവിടെ ഈ മതത്തിനകത്തുള്ള ജാതി സുന്നി ഇങ്ങനെയുള്ള വിഭാഗങ്ങളിലുള്ള ജാതികളുടെ പേരിൽ അവിടെ ആക്രമണമാണ്. ഇപ്പൊ തന്നെ ഇറാനിൽ നമ്മൾ കണ്ടതാണ് എത്ര മുസ്ലിം രാഷ്ട്രങ്ങൾ, ഇസ്ലാമിക് രാഷ്ട്രങ്ങൾ ഇറാനോടൊപ്പം ഉണ്ടായിരുന്നു. ജോർദാനിലോട്ട് വിടുന്ന ഇതുവഴി പോകുന്ന ഇസ്രായേലിലെ മിസൈലുകളെല്ലാം ജോർദാനിൽ എത്തുമ്പോൾ അവര് തട്ടിക്കളയാണ്, തകർത്ത് വിടുകയാണ് ചെയ്യുന്നത്. കാരണം ഇസ്രായേലിന് കൂട്ടിയിരിക്കുകയാണ്. കാരണം രണ്ട് വിഭാഗങ്ങളാണ്. അതെ, ജോ ബൈഡനാണ് മുഹമ്മദ് യൂനിസ് എന്ന ഭരണാധികാരിയെ, ജമാഅത്തെ ഇസ്ലാമി അനുകൂലിയായ ഭരണാധികാരിയെ തൊട്ടടുത്ത ബംഗ്ലാദേശിൽ കൊണ്ടുവന്നിരിക്കുന്നത്. രഞ്ജിനിയുടെ കോൺഗ്രസ് പാർട്ടി കൂട്ടുപിടിച്ചിരിക്കുന്ന ആ ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നു നിലമ്പൂരിൽ. അങ്ങനെയും കൂടെ ആണ് ജയിച്ചത് കേട്ടോ. ഞാൻ വോട്ടില്ല, നമ്മൾ അതിലേക്കൊരു തർക്കത്തിലേക്ക് പോകുന്നില്ല ഇപ്പോൾ തൽക്കാലം. അങ്ങനെയാണെങ്കിൽ 33,000-40,000 വോട്ടുകൾ മൊത്തം മുസ്ലിം മതവർഗീയ പാർട്ടികളെന്ന് പറയേണ്ടിയിരിക്കുമല്ലോ. അതെ, നമ്മളുടെ ജനങ്ങൾ ഒരിക്കലും മത തീവ്രവാദികളല്ല എന്നുള്ളൊരു ബോധം ശരി. നമ്മൾ വാദത്തിന് ഇപ്പോൾ പിന്നെ എന്താ പറയുന്നത്, വാദത്തിന് വേണ്ടി അത് സമ്മതിച്ചിരിക്കുന്നു. അപ്പം ബംഗ്ലാദേശിൽ ഇങ്ങനെ വലിയ ഭീകര ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരുന്നത് ഈ ജോ ബൈഡൻ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. നേരത്തെ ഇരുന്ന ജനാധിപത്യ മാർഗത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരി ഇരുന്ന സമയത്ത് മുജിബുർ റഹ്മാൻ്റെ മകളാണെങ്കിലും ഒരു കുഴപ്പവും ഉണ്ടാകാതാണ് ഭരണം നടന്നത്. ഇത് പെട്ടെന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക്
ഒരു ഇസ്ലാമിക ഭരണകൂടം അവിടെ വരണമെന്ന് തോന്നി. ഉടനെ ഇദ്ദേഹത്തെ പിടിച്ച് അവിടെ ആക്കി. എന്നിട്ട് ഇത് തന്നെ തന്ത്രം അത് തന്നെയാണ്. അമേരിക്കയ്ക്ക് അവിടെ ഒരു മിലിറ്ററി താവളം വേണം, സൈനിക താവളം. സെൻറ്റ് മാർട്ടിൻ ദ്വീപെന്നും പറഞ്ഞൊരു ദ്വീപുണ്ട്. അത് ഞങ്ങൾക്ക് ഇങ്ങനെ തന്നേക്ക്, ഞങ്ങൾക്ക് ചൈന എന്താ ചെയ്യുന്നതെന്ന് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാമല്ലോ ശരിക്ക് എന്നും പറഞ്ഞു. അത് സമ്മതിച്ചുകൊണ്ടാണ് അധികാരത്തിൽ വന്നിട്ട്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? കശാപ്പ് ചെയ്യുക. കാള, പോത്ത്, മാട, ആടിനെയൊക്കെ കശാപ്പ് ചെയ്യുന്ന പോലെ ഹിന്ദുക്കളെ, ക്രിസ്ത്യാനികളെ, ബുദ്ധമതക്കാരെ, ജൈനമതക്കാരെ എല്ലാം കൊന്നു കൂട്ടിക്കൊണ്ടിരിക്കുക അവിടെ. ആ ഭരണകൂടം അമേരിക്കൻ നിയുക്ത ഭരണകൂടം ജനാധിപത്യ ഭരണകൂടത്തെ അട്ടിമറിച്ചിട്ട് അവിടെ ഭരണത്തിലേറിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 1 വർഷത്തോളം ആകാൻ പോകും. ഒരു തിരഞ്ഞെടുപ്പ് നടക്കാതെ ലെജിറ്റിമേറ്റ് അല്ലാത്ത ഒരു ഭരണാധികാരിയെ അവിടെ പാവ ഗവൺമെൻറ്റായിട്ട് വാഴിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക. അതൊക്കെ എന്തു ജനാധിപത്യ വിരുദ്ധവും. ജനാധിപത്യത്തിന് വേണ്ടിയാണ് ഇവർ ഈ കഷ്ടപ്പാടെല്ലാം കഷ്ടപ്പെടുന്നതെന്നാണ് പറയുന്നത്. എത്ര ജനാധിപത്യ വിരുദ്ധമാണ്. സിറിയയിലും അതുപോലെ ജനാധിപത്യ വിരുദ്ധമാണ്. ഒരു തെരഞ്ഞെടുപ്പ് നേരിടാതാണ് അയാൾ അധികാരത്തിൽ വന്നിരിക്കുന്നത്. എന്ത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ജനാധിപത്യത്തിൻ്റെ കശാപ്പുശാലയായിട്ടിപ്പോൾ അമേരിക്ക മാറിയിരിക്കുകയാണ്. അതിൽ റിപ്പബ്ലിക്കൻകാർക്കും കുറച്ച് എതിർപ്പുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഡൊണാൾഡ് ട്രംപ് യുദ്ധത്തിൽ നിന്ന് വിരമിച്ചത്, വീരവാദം പറഞ്ഞുകൊണ്ട്, പക്ഷേ യാതൊരു വിധമായ ഫലവും ഉളവാക്കാതെ പിൻവാങ്ങിയത്.